എന്തൊരു മഴ ഇത് ഇന്ന് അമർത്തി പെയ്യുന്നു അതും ഇങ്ങനെ വേറിക്കൊണ്ടിരിക്ക എന്തരാകോ ഇവിടെ വെറുതെ കടയിലാരും ഇല്ലേ? ഉണ്ടോ? പുറത്തോട്ട് പോയിട്ടുണ്ട്. ആ പിന്നെ എന്തൊക്കെയാ രാഘവ വിശേഷങ്ങള്? നല്ല വിശേഷം. മകന്റെ വർഷാപ്പൊക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അല്ല മോന്റെ കല്യാണക്കാരി എന്തായി? പെണ്ണൊക്കെ ചോദിച്ചോണ്ടിരുന്നിരുന്നല്ലോ. ഏകദേശം ആയിക്കൊണ്ട് വരുന്നു. അതെയാ? ആ എവിടെ നോക്കിണ്ടായേ? ഇതിന്റെ അടുത്ത് തന്നെ. അതെല്ലേ? ആ അല്ല കൊറേ അലഞ്ഞതാണേ, ഇനിയിപ്പോ അധികം വെച്ചോണ്ടൊന്നും കിട്ടണ്ട, ശരിയായി അങ്ങോട്ട് വേഗം നടത്തുക. അതെ. അല്ല ഈ കുട്ടി എങ്ങനെയാ? സമ്പന്ന കുടുംബത്തിലത്തെ നല്ല തറവാട്ടുകാരാ? മോശമില്ല, നല്ല നല്ല തറവാട്ടുകാരനെ. ഒരു 101 പവനും 50 ലക്ഷമൊക്കെ കിട്ടണ്ടാവൂലേ? അത്രയൊന്നും ഇല്ലപ്പാ. ആ എന്നാലും ഇപ്പൊ അവന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചൊരു 75 പവനും 50 ലക്ഷമൊക്കെ കിട്ടും. 75 പവനൊന്നുമില്ല. പിന്നെ കിട്ടില്ലേ? നിങ്ങളുടെ മകൻ ആരോ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന മുതലാളിയല്ലേ? അതെ. ഇനി ഏത് കുടുംബത്തിനൊരു പെണ്ണിനെ കൊടുന്നാലും മരണം വരെ നോക്കാനുള്ള ആസ്തിയില്ലേ അവനെ? ആ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ കിട്ടണം. ഒരു 75 പവനും 50 ലക്ഷമൊക്കെ ആര് കണ്ണു ചിമ്പി കൊടുക്കുന്നത്തെ കാലത്ത്? അല്ല ഇതിപ്പോ എത്ര പറഞ്ഞിട്ടുണ്ട്? ഇതിപ്പോ ഞാനൊരു 40 പറഞ്ഞിട്ടുള്ളൂ. 40 ലക്ഷവും 50 പവനും. എന്താ രാഘവായി പറയണത്? നാളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവനെ വല്ല ബുദ്ധിമുട്ടോ ദാരിദ്ര്യം വന്ന് അവൻ പറയും അച്ഛൻ അങ്ങനെ ഒന്നുമില്ലാത്തൊരു വീട്ടിൽ കൊണ്ടേ കുടിക്കുന്നു. കിട്ടാനുള്ളത് ചോദിച്ചു മേടിച്ചു കൊടുക്കണം. അവസാനം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അത്രയും കിട്ടുമല്ലേ? പിന്നെ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. മഴ തുറന്നിട്ട് പോവാനേ. ഈ മഴ തോറും എത്ര സമയമായി പെയ്യുന്നു. ഞാനൊന്ന് പോയിട്ട് വരാം. ഈ കാലത്തൊന്നല്ലേ ജീവിക്കണത്? സ്വന്തമായിട്ട് ഒരു തൊഴിലുള്ള മകന് സ്ത്രീധനില്ലാണ്ട് പെണ്ണിട്ടത്. ഈ കുട്ടി ഇത് എവിടെ പോയി കിടക്കണത്? മഴേ അതിന്റെ മഴക്കാലമായ മഴ പെയ്യില്ലേ? മഴക്കാലോ? ഇതാ എടാ പ്ലാ 10 വരെ മഴക്കാലാണ്. പ്ലാം 10 കഴിഞ്ഞാൽ പ്ലാപ്പത്തിൽ ഒളിക്കാന്നാ പഴഞ്ചൊല്ലി. അതങ്ങനെയല്ല. അത് സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് തൈപത്ത് കഴിഞ്ഞ. എന്താ ഈ ചെക്കൻ ഒരു മറ്റേ യോജിപ്പില്ലാത്ത സാധനങ്ങളൊക്കെ പറയുന്നു പഴഞ്ചൊല്ലി? അതല്ലേ? എന്നാ എനിക്ക് മാറിപ്പോയതാ. ചെക്കൻ വന്നു കഴിഞ്ഞ ഒരു സാധനം മേടിച്ചിട്ട് പോവായിരുന്നു. ആളില്ലേ? അകത്തെന്തോ പണിയില്ലാതെ തോന്നുന്നുണ്ടോ? അതെ സുഖതാട്ടാ. അതാ കുട്ടി പൈസ കൊടുക്കാന്നേ. വേറൊരു കാര്യം പറയാനുണ്ട്. ആർക്കെങ്കിലേ ഈ കടമുറി വല്ലതും വാടകയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോ. നമ്മുടെ ഈ പഞ്ചായത്തിലൊന്നും ഒഴിവുള്ള കടമുറി ഇല്ലട കുട്ടി. എന്തൊക്കെ ഞാൻ അറിയില്ലേ? ഉണ്ടെന്നേ. നമ്മുടെ മറ്റേ ആടുവെട്ടുകാരും പോക്കറിക്ക ഉണ്ടായില്ലേ? പോക്കറിക്കാൻ്റെ കടമുറി ഇല്ലേ? ആര്? നമ്മുടെ കോയ കച്ചവടം ചെയ്യണ കടമുറിയോ? അതിപ്പോ കൊടുക്കാണ്ട്. ആര് കൊടുക്കണ? 2 കൊല്ലായിട്ട് ഭാഗം കഴിയാണ്ട് അവിടെ കച്ചറ കൂടി നടക്കുകയാണ്. ഇനി ഒത്തുതീർപ്പായിട്ടില്ല അത്. എന്നാ ഒത്തുതീർപ്പായത്. നൗഷോ പറയടാ. അല്ല അതൊക്കെ തീരുമാനമായി. അത് മറ്റേ നമ്മളെ കടമുറിയും അവിടെയുള്ള സ്ഥലവും എനിക്ക്, പിന്നെ പെരയും ഇവിടുത്തെ സ്ഥലവും കാക്കും. എന്നാ ഇല്ല ഞാൻ ഇറങ്ങണം. ഇറങ്ങാൻ നിൽക്കുക. ശരി എന്നാ. ഓക്കെ. എന്താ ചായ കുടിക്കാണല്ലേ? കുടിക്കാം. അങ്ങനെ ഒരു കോള് വന്നപ്പേ. എന്തപ്പോ അവിടെ പീഡിയറിയിൽ എന്തപ്പോ ചെയ്യണ അവിടെ? നമ്മളെ സൗഖ്യത്തില്ലേ? സൗഖ്യത്തിന് അവിടെ ഒരു പിന്നെ ഡൈ ക്ലീനിങ്ങിന്റെ ഷോപ്പ് പറഞ്ഞു. അല്ല അനക്കെന്തെങ്കിലും തുടങ്ങിക്കൂടെ ഒന്ന് പറഞ്ഞ? അവിടെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാനുള്ള പരിപാടിയാ. പിന്നെ മറ്റേ ഞാനിപ്പോ എന്താ ഉണ്ടായി? നമ്മുടെ പീഡിയമുറി ഇപ്പൊ എന്താ? വാപ്പുള്ള കാലത്ത് പോണല്ലേ, അതിന്റെ നിർത്തണത്. അല്ല ഞാൻ എന്നോട് ചോദിച്ചിട്ടാവാച്ചിട്ടാണ് ഞാൻ. അപ്പൊ എന്തപ്പോ അതിനൊരു വാടക കണക്കാക്കണ്ടേ? അതിപ്പോ നിങ്ങളെ ഇഷ്ടത്തിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ആക്കണ്ട. അല്ല അത് എന്തേലും ഒരു കണക്ക് വെച്ചോ, അത് നല്ലതാണ്. നിങ്ങൾ വെച്ചാൽ മതി. ഹലോ ബാബു. ഞാൻ ഇറങ്ങിയാണ്. എവിടെ എത്തി? ഈ തറവാട്ടിലേക്ക് വാ. ശരി ഞാൻ ചാവടി ചാലട്ടോ. ഞാൻ ചാവടി. ചായ കുടിക്ക്. നിങ്ങൾ കുടിച്ചോ? ഞാൻ കുടിച്ച എത്ര നേരം ഞാൻ കാത്തിരുന്നത്. അപ്പൊ അത് ചൂടറിയുണ്ടാവും. ഇല്ല നല്ല പുട്ടും കടലാണ്. വാസുദേട്ടാ
ഇരിക്കി. എന്താ പിന്നെ കൊറേ അല്ല കണ്ടിട്ട്. പിന്നെ എന്താണ് കഴിഞ്ഞ ഞായറാഴ്ച വരണ്ടാണ് ഞാൻ. ആ അപ്പൊ അങ്ങോട്ട് കാശ് തരാനില്ല. ഞാനേ ഒരു 500 റുപ്യ മേടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോ ഇതിന്റെ കടം വീട്ടാൻ വേണ്ടി വന്നാണ്. അല്ലടോ അത് എപ്പോഴായാലും തരണ്ടേ. കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെന്താ വിശേഷപ്പ് എനിക്കൊന്നുമില്ല. വിശേഷപ്പ് ഇവിടെ അല്ലേ. എന്താ അതൊക്കെ വീടിന്റെ ഭാഗം വെക്കലൊക്കെ എങ്ങനെയായി? അതിപ്പോ ഈ 25 സെന്റ് സ്ഥലവും പറയണും വീടും എനിക്ക്. അപ്പൊ നമ്മുടെ മുള്ളൂർക്കരുള്ള പീഡിയമുറി ഉണ്ടല്ലോ, അപ്പൊ 12 സെന്റ് സ്ഥലവും 6 പീഡിയമുറി ഓനക്ക് കൊടുക്കാന്നുള്ള നിലക്ക്. അപ്പൊ നിന്റെ കച്ചവടം? അപ്പൊ അതിപ്പോ എനിക്ക് തന്നെ കച്ചവടം ചെയ്യാം. അപ്പൊ അതിനെന്തെങ്കിലും ഒരു വാടക മാസം കൊടുത്താൽ മതി എന്നുള്ള നിലക്കാണ്. പിന്നെ ഇപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ ഈ വീട് ഇപ്പൊ ആരെങ്കിലും ഒരാൾ നോക്കണല്ലോ. ഇത് തറവാടല്ലേ, ഇതിപ്പോ തട്ടിപ്പൊളിച്ച് കളയാൻ പറ്റൂലല്ലോ. അല്ല പോയാ അന്റെ കെട്ടിയോള് എന്റെ കുടുംബത്തിൽ ഒരൊറ്റൊരുത്തല്ലേ ഉള്ളൂ, വാപ്പയ്ക്കും വയ്ക്കും. ഒരു മോള്. അപ്പൊ അവരുടെ കാലശേഷം ആ വീടും പറമ്പൊക്കെ നിങ്ങൾക്കുള്ളതല്ലേ? അതെ, ഇത് കിട്ടും. മൊയ്തുവിന്റെ കാര്യം അങ്ങനെയാണോ? അവന് വീടുണ്ടോ? അപ്പൊ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 25 സെന്റ് സ്ഥലവും വീടും അവന് കൊടുത്താൽ അവനൊരു വീടായില്ലേ? നീയാണെങ്കിൽ വാപ്പുള്ള കാലം മുതലേ കച്ചവടം ചെയ്യണതാണ് ആ കടമുറി. അതുകൊണ്ട് അനക്ക് അവിടെ ഒരു ബിസിനസ് ആയി. അപ്പൊ അതെന്താ ആലോചിക്കാൻ? നമ്മളിപ്പോ ഈ കാശും പണം വെച്ചിട്ടല്ല, എന്താ വെച്ചാല് ഒരു സമാധാനം വേണല്ലോ. ഇപ്പൊ അതെന്താ പറയുക, അത് നിന്റെ നല്ല മനസ്സാണേ. അല്ലെങ്കിൽ ഈ 2-2.5 കോടി ഉൾപ്പെടെ മുതൽ അനിയനെ വിട്ടുകൊടുത്തിട്ട് നീ ഈ പട്ടിക്കാട്ടിലുള്ള വീട് ഏറ്റെടുക്കുവോ? എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്ക്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ പോവാ? ഇവിടെ ഉണ്ടായിരുന്നാ? ഞാൻ ഇറങ്ങാൻ നിൽക്കാം. ചെലവുണ്ട് കേട്ടാ. 2-2.5 കോടി ഉൾപ്പെടെ മുതലല്ലേ കയ്യിൽ വന്നിരിക്കണേ. വാപ്പാന്റെ ആഗ്രഹം പോലെ നടന്ന അത്രേ ഉള്ളൂ. അല്ല അത് നന്നായി. ഇപ്പൊ തീരുമാനമൊന്നും ആയിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളോ. തീരുമാനമൊന്നും ആയിട്ടില്ല. തീരുമാനം ആയില്ലേ? എളാപ്പ ഒന്നില്ല എന്താ പറഞ്ഞിനി? എന്ത് എളാപ്പ ഒന്ന് പറയണത്? എളാപ്പിച്ചും കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ വന്നങ്ങോട്ട് പറഞ്ഞു. എളാപ്പ ഞാനും കൂടി എളാപ്പനെ വിളിച്ചു വരുത്തി നിങ്ങളല്ലേ? ഇജിപ്പോ സുഖദേട്ടൻ പറഞ്ഞു കേട്ടോ, അതില് ന്യായം ഉണ്ടോന്ന് വെച്ച് കേട്ടോ. സുഖദേട്ടൻ എന്താ പറഞ്ഞേ? സുഖദേട്ടൻ പറഞ്ഞ എന്താ വെച്ചാല് എനിക്കിപ്പോ ഭാര്യ വീട് ഇപ്പോ അവളുടെ പേരിലേക്കാണ് ഇപ്പൊ എന്തായാലും അവരുടെ കാലശേഷം അത് കിട്ടുക. അപ്പൊ അത് കിട്ടുമ്പോ പിന്നെ വേറൊരു വീട് എന്തിനാണ് എനിക്ക്? അനക്കല്ലേ വീടില്ലാത്തതിന്. അപ്പൊ വീട് ഇച്ചെടുക്കുക, വീടും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം. ഒക്കെയാണ് പീഡ കച്ചവടം ചെയ്ത് ശീലമുള്ളത്. അപ്പൊ അത് എനിക്ക് തരാം. അതാണ് അതിന്റെ ന്യായം. ശരി, ന്യായം നിങ്ങൾ നോക്കണ്ട, ഇവിടെ ബാപ്പന്റെ ആഗ്രഹം നോക്കിയാൽ മതി. ഏതാപ്പിയും ബനും കൂടിയിട്ട് ഒത്തിട്ടുള്ള കളിയാണ്. ഞാൻ ഇക്കും എടുക്കില്ല പറഞ്ഞിട്ട് ഞാൻ കടിഞ്ഞുപോട്ടനാണെന്നാണ് എനിക്ക് മനസ്സിലായിക്കണേ. ഇവിടെ കളിയാണ്. നിങ്ങൾ സൂര്യാട്ടം കൂടി ഒരു നാടകം നടന്നിരിക്കണം. എന്ത് നാടകം നടക്കണേ? അല്ല, ഇങ്ങക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇവിടെ എല്ലാം ഒത്തുതീർപ്പായിട്ട് നിൽക്കല്ലേ? അതിന്റെ ഇടയ്ക്ക് വന്ന് കുത്തിത്തീർപ്പ് ഉണ്ടാക്കേണ്ട വല്ല കാര്യം നിങ്ങൾക്ക് ഉണ്ടോ? എന്ത് കുത്തിത്തീർപ്പ്? അതെ എന്നെ വെറുതെ വലിച്ചേക്കണ്ട. ഞാനൊരു ന്യായം പറഞ്ഞു എന്നേ. അതിൽ ഏതാ ശരി ഏതാ തെറ്റെന്ന് നിങ്ങളങ്ങോട്ട് തീരുമാനിച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞ തന്നെ ന്യായം, തെറ്റൂല ഇത്. അതെ, എന്റെ വെറുതെ ഒന്നും പറയരുതിട്ടാ. ഞാൻ എന്റെ പണിയൊക്കെ പോവാ. അല്ല, നിങ്ങൾ എവിടെ പോകണം? നിങ്ങൾ ഇവിടെ ഇരിക്കേ. നിങ്ങളായി നിങ്ങളുടെ കുടുംബക്കാരായി. അല്ല പിന്നെ ഒരാളും എന്നോട് പറയാനില്ല, അങ്ങനെ ആയിപ്പോയി. കള്ള ഹിമാർ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കുടുംബത്തിൽ വന്ന് ഇടപെട്ട് പോവുക. ഇക്ക് പീഡ കച്ചവടം ചെയ്ത് ശീലമുള്ള ഇക്കാണ്. വാപ്പ പറഞ്ഞ മാതിരി തന്നെ ആയിക്കോട്ടെ, ഞാൻ ആ സ്ഥലം എടുക്കും. എനിക്ക് ഈ പൊരയിടം തോന്നും. ഈ പെരേടെ ഞാൻ എടുത്ത് നിങ്ങൾ അതന്നെ പറഞ്ഞ. അപ്പൊ അനക്കൊക്കെ കാശിന്റെ മുതലിന്റെ ആർത്തിയാണ്. നിങ്ങളെ പെണ്ണിനെ പെടുന്ന ഇഷ്ടം പോലെ കിട്ടാണ്ട്. എനിക്ക് ആ വീട് കിട്ടു, എനിക്ക് ഈ വീട് കിട്ടണ്ടല്ലോ. പിന്നെന്താണ്? എനിക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥല്ല പോയത്. ഈ സർക്കാർ ഉദ്യോഗം ഞാൻ പഠിച്ചുണ്ടാക്കിയതല്ല. അതേമാതിരി ഇക്ക അറിയുന്നത് പീഡ കച്ചവടാണ്. അപ്പൊ ആ പീഡ കച്ചവടം നിങ്ങൾ കച്ചവടം നടത്തൂല. നടത്തൂല. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണേ. പോലീസ് കള്ളം നായിന്റെ പോലീസ് സ്റ്റേഷനിൽ സർക്കാർ ഉദ്യോഗസ്ഥ എന്ത് ചെയ്യുന്നേ? ഒരു കള്ളതായി. അതെ, ചിറ്റോട് വർത്താനം പറഞ്ഞത് എളാപ്പനെ ഞാൻ കാണിച്ചത്. എളാപ്പനെ പുളാപ്പേനാണ്. എളാപ്പന മറിമായം